ഹലോ ലോയിറ്റ്, ഗുഡ് ടാഗ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ എങ്ങനെ ഹ്യോറിന് വേണ്ടി പഠിക്കാം അല്ലെങ്കിൽ ഹ്യോറിന് വേണ്ടി എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നതിനെ കുറിച്ച് പഠിച്ചു. നിങ്ങൾ ഓൾറെഡി B2 ലേസൺ എക്സാമിന് വേണ്ടി ഡേറ്റ് എടുത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കാം. എല്ലാവർക്കും കൺഫ്യൂഷൻ ഉള്ള കാര്യമാണ് ലേസൺ ഹ്യോറൻ എന്നീ മോഡുകൾക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരേ ഒരു വഴി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുന്നതാണ്. എന്നാൽ നമുക്ക് ലേസൺ ഹ്യോറൻ എന്നീ എക്സാമിൽ പാസ്സാവാൻ ഒരുപാട് സ്ട്രാറ്റജീസും ഒരുപാട് മെത്തേഡ്സ് അവൈലബിൾ ആണ്. സോ നമുക്ക് ലേസന് വേണ്ടി എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. എല്ലാവരും ചെയ്യുന്ന പോലെ നമ്മുടെ ആദ്യത്തെ സ്റ്റേജിൽ തന്നെ നമ്മുടെ സമയത്തിനുള്ളിൽ തന്നെ ആ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്ത് തീർക്കാൻ നോക്കരുത്. നമ്മൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻ പേപ്പർ മുഴുവൻ സമയമെടുത്ത് വായിച്ചതിന് ശേഷം നമുക്ക് അറിയാത്ത വാക്കുകൾ ഉണ്ടെങ്കിൽ അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അറിയാത്ത വാക്കുകളെല്ലാം നമ്മൾ അണ്ടർലൈൻ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് അറിയാവുന്നതുപോലെ ആ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുക. രണ്ടാമത്തെ സ്റ്റെപ്പ്, ഈ അണ്ടർലൈൻ ചെയ്ത വേർഡ്സ് എല്ലാം നമ്മൾ മറ്റൊരു പേപ്പറിലേക്ക് എഴുതിയെടുക്കുക. എന്നിട്ട് ഈ വാക്കുകളുടെ അർത്ഥം ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ച് കണ്ടുപിടിച്ചിട്ട് ഇതെല്ലാം കാണാതെ പഠിക്കുക. ഈ വാക്കുകളെല്ലാം തന്നെ കാണാതെ പഠിക്കുക. അതിനുശേഷം മാത്രമേ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യാൻ എടുക്കാൻ പാടുള്ളൂ. ഇനി നിങ്ങൾക്ക് കാണാതെ പഠിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്ക് ഓർമ്മക്കുറവുണ്ട്, ഒന്നും മനസ്സിൽ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് മെത്തേഡുകളുണ്ട്. പ്ലേ സ്റ്റോറിലും PC-യിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ആൻകി എന്ന ആപ്പ് ഉപയോഗിച്ച് നമുക്ക് ചില വാക്കുകൾക്ക് ഫ്ലാഷ് കാർഡ്സ് ഉണ്ടാക്കാം. ചിത്രങ്ങളും അല്ലെങ്കിൽ മറ്റ് വേർഡ്സുകളൊക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ മീനിങ്സ് ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് ഫ്ലാഷ് കാർഡ്സ് ഉണ്ടാക്കാം. ഈ ഫ്ലാഷ് കാർഡ് ഉപയോഗിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കും. ആൻകി മാത്രമല്ല, നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ് പ്ലേ സ്റ്റോറിലുണ്ട്. ഈ സെയിം മെത്തേഡ് നമ്മൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുന്നു, സമയമെടുത്ത് വായിക്കുന്നു, അതിലെ നമുക്കറിയാത്ത വേർഡ്സ് അണ്ടർലൈൻ ചെയ്യുന്നു, അതിനെ പേപ്പറിലേക്ക് മാറ്റുന്നു, അതിൻ്റെ മീനിങ് കണ്ടുപിടിക്കുന്നു, അത് മെമ്മറൈസ് ചെയ്യുന്നു, അതിനുശേഷം അടുത്ത പേപ്പർ എടുക്കുന്നു. ഇത് തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വൊക്കാബുലറി എന്ന് വെച്ചാൽ നമ്മൾ അണ്ടർലൈൻ ചെയ്തെടുത്ത് മറ്റൊരു പേപ്പറിലേക്ക് എഴുതുന്ന ഈ വൊക്കാബുലറി ലിസ്റ്റ് ഉണ്ടല്ലോ, അത് കുറഞ്ഞു വരികയും ചെയ്യും. നമ്മുടെ മാർക്ക് കൂടി വരികയും ചെയ്യും. ഓരോ പേപ്പർ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മാർക്ക് പതിയെ കൂടി വരുന്നതായിട്ട് നമുക്ക് അറിയാൻ പറ്റും. മാത്രമല്ല, നമ്മളൊരു ലേസൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുമ്പോൾ അതിൽ കുറേ ഡേറ്റ്സ്, നമ്പേഴ്സ്, ഒരുപാട് വ്യക്തികളുടെ പേരുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് എന്താണ് സിറ്റുവേഷൻ, എന്താണ് സിനാരിയോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ നമ്മൾ ആദ്യം ഒരു പേപ്പർ കിട്ടി വായിക്കുമ്പോൾ തന്നെ അതിൽ ഇതുപോലെ ഉള്ള വേർഡുകൾ ആദ്യം തന്നെ കണ്ടുപിടിക്കുക. എന്നിട്ട് നമ്മൾ മനസ്സിലാക്കുക എന്താണ് ആ സിറ്റുവേഷൻ എന്ന്. ആൻഡ് നമ്മൾ ലാസ്റ്റ് നോക്കേണ്ട കാര്യം, ഇന്ന് ഞാൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യാൻ എത്ര സമയം എടുക്കുന്നോ അത്ര സമയം നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിന് എടുക്കരുത്. 1 മിനിറ്റെങ്കിലും കുറവ് സമയമേ എടുക്കാൻ പാടുള്ളൂ. അങ്ങനെ വർക്കൗട്ട് ചെയ്ത് നമ്മുടെ ടൈം കുറച്ച് ഗോയിത്തെ എക്സാം ഹാളിൽ നമുക്ക് എത്ര സമയമാണോ തരുന്നത് അതിൻ്റെ 75% ടൈം മാത്രം എടുക്കുന്ന രൂപത്തിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് സെറ്റായി വെക്കണം. എന്നാൽ മാത്രമേ ആ എക്സാം നമുക്ക് ഒട്ടും പാനിക് ആവാതെ പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഗോയിത്തിൽ എക്സാം എഴുതാൻ പോകുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് 1 മണിക്കൂറിനുള്ളിലോ 45 മിനിറ്റിനുള്ളിലോ തന്നെ നമുക്കൊരു ലേസൺ ക്വസ്റ്റ്യൻ പേപ്പർ എഴുതി തീർക്കാം എന്ന കോൺഫിഡൻസ് ഉണ്ടാക്കി എടുത്തിട്ട് വേണം പോകാൻ. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ ഷ്രൈബൻ എങ്ങനെ പാസ്സാവാം അല്ലെങ്കിൽ ഷ്രൈബന് വേണ്ടി എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നതിനെ കുറിച്ചായിരിക്കും. സോ അതുവരേക്കും വെയിറ്റ് ചെയ്യുക. ചൂസ്.